ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ സംഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതാണ് പാവ്ലോവ ഓസ്ട്രേലിയൻ ആണെന്നും പറയുന്നുണ്ട്, ന്യൂസിലാൻഡിൽ നിന്ന് ഉള്ളതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ? നമ്മുടെ ഹോം ബേക്കേഴ്സിനൊക്കെ ഒരു പുതിയ ഐറ്റാണിത്. ഞാനിപ്പോൾ കണ്ടു കുറച്ച് ഹോം ബേക്കേഴ്സിൻ്റെ ഇടയിൽ ഇതിൻ്റെ മിനി പാവ്ലോവ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ കേക്ക്സും ഡെസേർട്ട്സ് ഒക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇത് പുതിയൊരു ഐറ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവരും ഉണ്ടാക്കി നോക്കണേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ പാവ്ലോവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡ്സും സ്പാച്ചിലൊക്കെ ആദ്യം വിനീഗർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കണം. ഇതിൽ ഏതിലെങ്കിലും കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലിൻ്റെ കംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധാരണ യൂസ് ചെയ്യുന്ന വിനീഗർ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അത് ടിഷ്യൂ വെച്ചിട്ട് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സ്പാച്ചിലയും പിന്നെ ബ്ലേഡ്സും ഒക്കെ ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഈ ബൗള് ഒരു വെയിങ് സ്കെയിലിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇടുന്ന എഗ് വൈറ്റിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 എഗ് വൈറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. തീരെ മുട്ടൻ്റെ മഞ്ഞ ഇതിലേക്ക് പെടാനായിട്ട് പാടില്ല. അപ്പം ശ്രദ്ധിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ 2 എഗ് വൈറ്റും ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 52 ഗ്രാമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഓയിലും ഒന്നും ഈ ഒരു ബൗളിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാൻ. എന്നിട്ട് ഇതൊരു മീഡിയം സ്പീഡിലിട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഫ്ലഫി ആയിട്ട് വരും. അങ്ങനെ ഇതേപോലായി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് വേണം പഞ്ചസാര എടുക്കാൻ. പൊടിച്ചതൊന്നുമല്ല, സാധാരണ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ നമ്മളെ പരിപാടി പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് വാനില എസൻസും ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റോളം മീഡിയം സ്പീഡിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് വേണം ഇതിരിക്കാൻ. നമ്മളിങ്ങനെ സ്പാച്ചുലയിൽ എടുത്തിട്ട് താഴേക്ക് കാണിച്ചു കഴിഞ്ഞാൽ വികാൻ പാടില്ല. അതേപോലെ വേണം ഇരിക്കാൻ, അത്രയും സ്റ്റിഫായിട്ട്. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ 4 സൈഡിലും ഈ കുറച്ച് നമ്മുടെ പാവ്ലോവൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്നാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഈ മിക്സ് മൊത്തത്തിലായിട്ട് നടുവിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇത് നമ്മൾ സ്പാച്ചില വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കൽ. ഞാനും സ്പാച്ചില വെച്ചിട്ട് തന്നെയാണ് ചെയ്യലുള്ളത്. ഞാൻ പിന്നെ പണി കുറച്ചും കൂടെ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു മിക്സ് ആക്കിയിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. നമ്മൾ കേക്കിൻ്റെ മേലേക്ക് ക്രീം ആക്കി കൊടുക്കൂലേ, അതേപോലെ ഇങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ മൊത്തത്തിൽ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഈ ഒരു സംഭവം നിറച്ചിട്ട് ആക്കി കൊടുത്ത്. അപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പറ്റ താന്നുപോയി. കാരണം ഉള്ളിൽ എയർ കുടുങ്ങിയിട്ടുണ്ടാവും. അത് കാരണം മൊത്തത്തിൽ താന്നുപോയി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഞാനത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഞാനിത് റൗണ്ടിൽ ചെയ്തെടുക്കാൻ നോക്കുമ്പോൾ കയ്യലില്ല. അപ്പം വെറുതെ ഒന്ന് പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ചെയ്ത് നോക്കിയതാണ്. അത് ഭയങ്കര മണ്ടത്തരായിപ്പോയി. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പൈപ്പിംഗ് ബാഗിൽ എടുത്ത് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പാവ്ലോവ ഉൾഭാഗം താഴ്ന്നു പോവും, പുറം ഭാഗം നല്ല പോലെ നിൽക്കുകയും ചെയ്യും. അപ്പം അതൊരു മിസ്റ്റേക്കാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇനി ഇതേപോലെ ഞാൻ ഡിസൈൻസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പാവ്ലോവക്ക് വലിയ ഷേപ്പായിട്ടില്ലെങ്കിലും സാരമില്ല, അതേപോലെ തന്നെ അങ്ങനെ ഈ ട്രേയിലേക്ക് എടുത്ത് വെച്ചാൽ മതി.
ഞാൻ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനാണിത്. അതിൽക്കാണ് ഇപ്പോൾ ഈ പാവ്ലോവൻ്റെ ട്രേ വെച്ച് കൊടുക്കുന്നത്. ഇതിനി നമുക്ക് 110 ഡിഗ്രിയിലിട്ടിട്ട് 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക ആയിക്കുന്നോന്ന്. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 20 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ എനിക്ക് മൊത്തം 60 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തേണ്. ഇനി ഇതിൽക്കായിട്ട് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാനത് ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേ, വേണ്ട ഒഴിവാക്കി കളയുക. എന്നിട്ട് അത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫാവുന്നവരെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്രീം റെഡിയായി കിട്ടിയിട്ടുണ്ട്. പാവ്ലോവ ഞാൻ ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചാണ് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല ഉൾഭാഗം താന്നു പോയി. ഞാനിതിന് മുന്നൊക്കെ ഉണ്ടാക്കിയ സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി പക്ഷേ ഇപ്പം ആ ഒരു പൈപ്പിംഗ് ബാഗിലെടുത്തതാണ് ആകെ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യരുത് കേട്ടോ. ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ക്രീം ഇതിൻ്റെ മേലെ മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രൂട്ട്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു, കിവി ഉണ്ട്, അനാറുണ്ട്. അതെല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ മേലേക്കായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഓർഡറൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടായിന് ആ ഗ്രീൻ കളറും വൈറ്റും എല്ലാം കൂടെ ആയിട്ട് കാണാൻ. പിന്നെ ഈ അനാറിൻ്റെ റെഡ് കളറും മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പാവ്ലോവിൻ്റെ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. നല്ല പഞ്ഞി പോലെയാണിത്. നമ്മൾ മെൽറ്റ് ഇൻ മൗത്ത് എന്ന് പറയില്ലേ, അത് കറക്റ്റായിട്ട് ഇതിനാണ് ചേരുക. അത്രയും ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. വയലിട്ടാൽ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്. പറയുമ്പോൾ എനിക്ക് വയന്ന് വെള്ളം വരുന്നു. അപ്പോൾ അതും ഈ ഫ്രൂട്ട്സും ക്രീമും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഒറ്റ ബൈറ്റിന് വായിലേക്ക് ഇടുന്ന ആ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. സെയിൽ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്